ഹായ്, എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളെ വിചാരിക്കുന്നു ഒന്ന് പറശ്ശിനിക്കടവ് അമ്പലത്തിലൊന്ന് പോകണം. അപ്പൊ ഇന്നാണ് കേട്ടോ എനിക്കൊന്ന് ഒത്തു കിട്ടിയത്. അപ്പോൾ നമ്മൾ രാത്രിയിലാണ് നമ്മൾ യാത്ര ചെയ്തത്. സൈഡിന് മുകളിൽ വണ്ടി വെച്ചിട്ട് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ കാഴ്ച എന്ന് വെച്ചാൽ നമ്മുടെ ചോന്നമ്മ ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മൾ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ നമ്മുടെ സുന്ദരി നായിയാണ്. അതായത് ആ നായയുടെ പേരാണ് കേട്ടോ സുന്ദരി എന്ന് പറയുന്നത്. പിന്നെ വെച്ചാൽ കുറച്ച് വിദേശികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാത്രിയിലാണ് എത്തിയതെങ്കിലും അത്യാവശ്യം നല്ല തിരക്കൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ക്ഷേത്രത്തിൽ എന്താണ് ഇത്ര തിരക്ക് കൂടാൻ കാരണമെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. കൂടാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലേക്കൊന്ന് പോയാലോ. നിഗൂഢതകളും ഐതിഹ്യങ്ങളും ഇഴചേർന്ന ഒരു പുണ്യ സങ്കേതമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. ഉത്തര കേരളത്തിന്റെ ഹൃദയത്തിൽ വളവട്ടണം പുഴയുടെ തീരത്ത് തലയുയർത്തി നിൽക്കുന്ന പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം മാനുഷിക മൂല്യങ്ങളുടെയും സാമൂഹിക സമത്വത്തിന്റെയും ജീവിക്കുന്ന പ്രതീകമാണ്. ജാതിയുടെയോ മതത്തിന്റെയോ വേർതിരിവുകളില്ലാതെ ഏതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും ആശ്വാസവും തേടിയെത്താൻ കഴിയുന്ന അപൂർവ ഇവിടെ എത്തുന്ന ഓരോ ഭക്തനെയും മുത്തപ്പൻ അതിഥിയായി സ്വീകരിക്കുന്നു. അവരുടെ മനസ്സും വയറും ഒരുപോലെ നിറയും. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബ്രാഹ്മണ ആചാരങ്ങൾക്കപ്പുറം തെയ്യത്തെയും അനുഷ്ഠാനങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ദ്രാവിഡ പൂജാവിധികളാണ് ഇവിടെ വേരൂന്നിയിട്ടുള്ളത്. ഇത് ക്ഷേത്രത്തിന് പ്രത്യേക ആത്മീയ ശക്തിയും പ്രാദേശിക സംസ്കാരവുമായി ആഴത്തിലുള്ള ബന്ധവും നൽകുന്നു. ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തി ശിവ വിഷ്ണു സങ്കല്പത്തിലുള്ള മുത്തപ്പനാണ്. തിരുവപ്പന, വെള്ളാട്ടം എന്നീ രണ്ട് തെയ്യക്കോലങ്ങളിലൂടെയാണ് ഈ ദൈവിക ഭാവങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നത്. ചന്ദ്രകല കിരീടം വെച്ച ശിവന്റെ ഭാവമാണ് തിരുവപ്പന. മത്സ്യരൂപമുള്ള കിരീടം വെച്ച വിഷ്ണുവിന്റെ ഭാവം വെള്ളാട്ടവും. ഈ തെയ്യങ്ങൾ ദിവസവും മുടങ്ങാതെ കെട്ടിയാടുന്നതും അപൂർവ കാഴ്ചയാണ്. ഇത് ഭക്തർക്ക് മുത്തപ്പന്റെ സാന്നിധ്യം ഓരോ ദിവസവും അനുഭവിക്കാൻ അവസരം നൽകുന്നു. മുത്തപ്പന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിന് കൂടുതൽ ആഴം നൽകുന്നു. മക്കളില്ലാതെ ദുഃഖിച്ചിരുന്ന അയ്യങ്കര ഇല്ലത്തെ നാടുവാഴിയുടെ ഭാര്യയായ പാടിക്കുറ്റിക്ക് മഹാവിഷ്ണുവിന്റെയും പരമശിവന്റെയും അനുഗ്രഹത്താൽ ഒരു കുഞ്ഞിനെ കിട്ടി. എന്നാൽ ഇല്ലത്തെ ചിട്ടവട്ടങ്ങൾക്ക് വിരുദ്ധമായി മുത്തപ്പൻ താഴ്ന്ന ജാതിക്കാരോടൊത്ത് ഇടപഴകുകയും നായാട്ടു നടത്തുകയും മത്സ്യമാംസാദികൾ കഴിക്കുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ വിഷമിപ്പിച്ചു. ഒടുവിൽ തന്റെ ദിവ്യരൂപം വെളിപ്പെടുത്തി മുത്തപ്പൻ വീട് വിട്ടിറങ്ങി. യാത്രക്കിടയിൽ കുന്നത്തൂർ പാടിയിൽ വെച്ച് കള്ളു കട്ടുകുടിച്ചുകൊണ്ട് പോവുകയായിരുന്ന മുത്തപ്പനെ കണ്ട ഒരു ചെത്തുകാരൻ ആക്രമിക്കാൻ ശ്രമിക്കുകയും ബോധരഹിതനായി വീഴുകയും ചെയ്തു. അയാളുടെ ഭാര്യ മുത്തപ്പനോട് യാചിക്കുകയും മുത്തപ്പ എന്ന് വിളിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. പിന്നീട് മുത്തപ്പൻ കുന്നത്തൂർ പാടിയിൽ നിന്ന് പറശ്ശിനിക്കടവിലേക്ക് വരികയും അവിടെയുള്ള ഒരു പറച്ചിങ്ങ എന്ന ചെടിക്കടുത്ത് തങ്ങുകയും ചെയ്തു. ആ പ്രദേശമാണ് ഇന്ന് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രമായി അറിയപ്പെടുന്നത്. പറശ്ശിനി അമ്പലത്തിന്റെ ചരിത്രത്തെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞാനൊക്കെ സങ്കടം വന്നാലും സന്തോഷം വന്നാലും ദേഷ്യം വന്നാലും ആദ്യം പറഞ്ഞ എന്റെ മുത്തപ്പനോട്. ഇതുപോലെ ആരെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അമ്പലത്തിലെ രാവിലെ മുതൽ രാത്രി 8 മണി വരെ ചായയും പയരും തേങ്ങാപ്പൂളും പ്രസാദമായിട്ട് നല്ല സ്ട്രോങ് ചായ അല്ലെങ്കിൽ കൂടി അവിടുത്തെ ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെയാണ് അവിടുത്തെ പ്രസാദ സദ്യ. അവിടുത്തെ സദ്യ കഴിച്ചവർക്കറിയാം ആ ടേസ്റ്റ് ഒരിക്കലും മനസ്സിൽ നിന്ന് പോവില്ല. ഉച്ചയ്ക്ക് 12 മണിക്കും രാത്രി 8 മണിക്കുമാണ് പ്രസാദ സദ്യ വിതരണം ചെയ്യാറ്. അതുമാത്രമല്ല, പണ്ടെങ്ങോ മറന്നുപോയ പരിചയക്കാരെ വരെ അവിടെ പോയ ആ ഒരു ഫീൽ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിലേ ഒന്ന് കമന്റ് ചെയ്യണേ. ഇതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളെ ഏറ്റവും ആകർഷിക്കുന്ന ഒരേ ഒരു സ്ഥലമാണ് ചന്ത, അല്ലേ? ആരും പോകാത്ത സ്ഥലമല്ലല്ലോ അത്. എല്ലാരും ആകർഷിക്കുന്ന ഏകളെ ആയാലും വലിയവരെ ആയാലും ആരൊക്കെ ആയാലും ആകർഷിക്കുന്ന ഒരേ ഒരു സ്ഥലമല്ലേ ചന്ത, അല്ലേ? എല്ലാരും ഒന്ന് കമന്റ് ചെയ്തേ. അതിനിടയിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. അതായത് ഞങ്ങളുടെ ഈ പറശ്ശിനി അമ്പലം രാവിലെ 4 മണിക്ക് തുറന്നിട്ട് രാത്രി 12 മണിക്കാണ് കേട്ടോ അടക്കുക. ആ അമ്പലത്തിലെത്തുന്ന ഭക്തർക്ക് താമസിക്കാനുള്ള സൗകര്യം കൂടെ ആ അമ്പലത്തിനടുത്തൊക്കെ ഉണ്ട് കേട്ടോ. ലോഡ്ജ് മുറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് നടന്നുകൊണ്ടേയിരിക്കുമ്പോഴാണ് ഒരു ഷോപ്പ് എന്റെ കണ്ണിൽ. ദീർഘ ജ്വൽസ് എന്നാണ് ഷോപ്പിന്റെ പേര്. ആവശ്യമുള്ളവർക്ക് ഓൺലൈനായും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാനവരുടെ ഇൻസ്റ്റാ പേജും ഫോൺ നമ്പറും മെൻഷൻ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഗോൾഡ് റിലേറ്റഡ് വരുന്നതിനൊക്കെ 1200, 1700, 900 റേറ്റ് വരും. പിന്നെ നോർമൽ സാധനം 380, 540, 480, 720, 360, 260 ആരെങ്കിലും. റേറ്റ് വരും ഏകദേശം എല്ലാവരും. നല്ല ഗോൾഡ് റിലേറ്റഡ് വരുന്നുണ്ട്. കുറച്ച് ലാസ്റ്റിംഗ് ഉണ്ടാവും. ആൻറ്റി സ്റ്റൈനിൻ്റെ ഉണ്ടാവും. പക്ഷേ ഏതായിരുന്നു സാധാ ഇതെല്ലാം 200, 260 ആരെങ്കിലും വരുന്നു. 200 ആരെങ്കിലും. പിന്നെ കമ്മലൊക്കെ കുറച്ച് നല്ല ക്വാളിറ്റി വരുന്നത്. അകത്ത് വെച്ചെല്ലാം ക്വാളിറ്റി വരുന്നത്. ജർമ്മൻ സ്റ്റീൽ
ബ്ലാക്ക് മെറ്റൽ ആ ഒരു ടൈപ്പ്. പിന്നെ AD സ്റ്റോണിൻ്റെ ആർട്ടിഫിഷ്യൽ ഡയമണ്ടിൻ്റെ സാധനമാണ് സ്റ്റഡ്. അങ്ങനത്തെ ടൈപ്പൊക്കെ പിന്നെ കുറച്ച് പേര് 50 രൂപേൻ്റെ പിന്നെ ഒരു 20 രൂപേൻ്റെ ഒക്കെ ഈ ടൈപ്പാണ്. കുറച്ച് ക്വാളിറ്റി ടൈപ്പുള്ള 20-30 റേഞ്ച്. അപ്പോൾ ഇതൊക്കെ നമ്മളായിരുന്നു സ്റ്റാർട്ടിങ് 60 രൂപ സ്റ്റാർട്ടിങ് സാധാ ശരിയാണ്. പിന്നെ കൈക്കിടുന്നുള്ള ബ്ലാക്ക് മെറ്റലിൻ്റെ നല്ല അത്യാവശ്യം ക്വാളിറ്റി ആയിരുന്നു സാധനം 200 ആ റേഞ്ച്. പിന്നെ സ്മോൾ സാധനത്തിന് 150 ആ റേഞ്ച്. സ്റ്റഡിൻ്റെ കളക്ഷൻ ഉണ്ട്. എൻ്റെ റേറ്റ് വരുന്നത് സ്റ്റാർട്ടിങ് 50-30 സ്റ്റാർട്ടിങ് 60-80. വാടകയോ മറ്റേ ഇലക്ട്രിസിറ്റി അങ്ങനത്തെ സ്റ്റാഫിന്റെ ചെലവ് അങ്ങനത്തെ ഒന്നുമില്ല. അപ്പൊ അവർക്ക് പരമാവധി റേറ്റ് കുറച്ചിട്ട് കൊടുക്കാം. ഇവിടെ വരുമ്പോ 3 സ്റ്റാഫ് ഉണ്ട്, റൂമിന്റെ വാടകയുണ്ട്, പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് കിട്ടുമ്പോ ആ ഒരു റേറ്റ് വരുന്നുണ്ടോ. അധികം ഞങ്ങളെ റേറ്റ് വരുന്നത് കമ്മലൊക്കെ ഏകദേശം സെയിം റേറ്റ് തന്നെ വരുന്നു.